കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് 50 ദിവസം കോമ സ്റ്റേജിലായിരുന്ന അർജന്റീനിയൻ സ്വദേശിയായ യുവാവ് ജീവമരണ പോരാട്ടത്തിനൊടുവിൽ സഫലീകരിച്ചത് തന്റെ ചിരകാല സ്വപ്നം. 33 വയസ്സുകാരനായ നഥാനയേൽ അൽബെറിയോൺ പ്യൂട്ടോ മാഡ്രിഡിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കർത്താവിന്റെ പുരോഹിതനായി അഭിഷിക്തനായപ്പോൾ മരണത്തോട് മല്ലടിക്കുമ്പോഴും മനസ്സിൽ ശേഷിച്ച അവന്റെ ഏക ആഗ്രഹം യാഥാർത്ഥ്യമാവുകയായിരുന്നു. പെന്റഗോണിയൻ രൂപതയ്ക്ക് വേണ്ടി നഥാനിയേലിന്റെ തിരുപ്പട്ട സ്വീകരണത്തിന് ബിഷപ്പ് കൊമോഡോറോ റിവാഡാവിയ മുഖ്യകാർമ്മികത്വം വഹിച്ചു. നവംബർ 29 തിങ്കളാഴ്ച നടന്ന അതിശ്രേഷ്ഠ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിശ്വാസികളുടെ വൻ പ്രവാഹമായിരുന്നു തിരുപ്പട്ട വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. 2021 കോവിഡ് ബാധിതനായ അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ രോഗം മൂർച്ഛിച്ച് കോമയിലാകുകയായിരുന്നു. ജീവിതത്തിലേക്ക് മടങ്ങിവരാനുള്ള സാധ്യതകൾ തള്ളപ്പെട്ടപ്പോഴും കർത്താവിന്റെ ശരീരരക്തങ്ങൾ പരികർമ്മം ചെയ്യാനുള്ള തീവ്ര അഭിലാഷം പാതിശേഷിച്ച ജീവന്റെ തുടിപ്പായി അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരുകയും ചെയ്തിരുന്നു. മരണക്കിടക്കയിൽ നിന്നും തിരുപ്പട്ട വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം കുടുംബവും സുഹൃത്തുക്കളും പ്രാദേശിക വിശ്വാസി സമൂഹവും. നന്ദി എന്ന വാക്കിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തോടുള്ള കൃതജ്ഞത ഒതുക്കാൻ ആകില്ലെന്നും നന്ദിക്ക് പകരം പറയാൻ മറ്റൊരു വാക്ക് തനിക്ക് ലഭിക്കുന്നില്ലെന്നും ഫാദർ നഥാനയേൽ പറഞ്ഞു. മറ്റുള്ളവരുടെ ദുഃഖങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താൻ കടന്നുപോയ ബുദ്ധിമുട്ട് ഒന്നുമല്ലെന്നും യേശുവിന്റെ സ്നേഹത്തിന്റെ മഹാതെളിവാണ് തനിക്ക് വേണ്ടി ഉയർന്ന പ്രാർത്ഥനകളെന്നും നവവൈദികൻ കൂട്ടിച്ചേർത്തു. പൗരോഹിത്യ സ്വീകരണത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ കത്ത് നഥാനയേലിന് ലഭിച്ചതും ശ്രദ്ധേയമായി. വേരുകൾ ഒരിക്കലും വിസ്മരിക്കരുതെന്നും വിളിച്ച യേശുവിന്റെ മുഖം മറക്കരുതെന്നും കത്തിൽ വ്യക്തമാക്കിയ പാപ്പ വിശ്വാസികളോടൊപ്പം ചേർന്നു നിൽക്കുന്ന വൈദികനായി തീരണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം നവവൈദികനു വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും കത്തിൽ കൂട്ടിച്ചേർത്തു. സഹനങ്ങളിലുടനീളം തന്റെ ദൈവവിളിയിൽ ഇടറാതെ ഉറച്ചു നിൽക്കുകയും പൂർവാധികം തീക്ഷ്ണതയോടെ ആ വിളിക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത വൈദികന്റെ ദൃശ്യങ്ങൾ മരണക്കിടക്കയിൽ നിന്ന് കർത്താവിന്റെ ബലിവേദിയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ നേർക്കാഴ്ചയായാണ് വിശ്വാസികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.